Hi guys, welcome to my YouTube channel. So today we're gonna study is MMPH004 from Unit 2. Actually അതൊരു mistake ആണ്. Unit 1 അല്ല, Unit 2 ആണ്. ഞാൻ already 1 upload ചെയ്തതാണ്. So ഇതിൽ നമ്മൾ mainly നമ്മൾ പഠിക്കാൻ പോകുന്നത് പണ്ടത്തെ കാലം ഹിസ്റ്ററി ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചത് എങ്ങനെ മാനേജ് ചെയ്യാം എംപ്ലോയീസിനെ, ഇൻഡസ്ട്രി ഒക്കെ എങ്ങനെ മാനേജ് ചെയ്യാന്ന് പറയുന്നു. പക്ഷെ അപ്പോൾ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നതെല്ലാം പഠിച്ചതിന് ശേഷം ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഡിപെൻഡൻസ് ഏരിയയിൽ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു ലൈക്ക് എങ്ങനെയായിരുന്നു നമ്മൾ ഡെവലപ്പ് ചെയ്ത് വന്നത്, പിന്നെ 5-year പ്ലാൻ, അങ്ങനത്തെ കാര്യങ്ങൾ ഹിസ്റ്ററി ഒക്കെ ആയിട്ട് ബേസ്ഡ് ആയ ചാപ്റ്ററാണത്. സോ നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. അതിന് ശേഷം ഒക്കെ കൂടുതൽ അറിയാൻ പറ്റും. ഓക്കെ, ആൻഡ് ഓൾറെഡി ഞാൻ ഫസ്റ്റ് യൂണിറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇൻട്രൊഡക്ഷനിൽ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രി ആൻഡ് ഡെവലപ്മെൻറ്റ് റിലേഷൻസ്. ഞാൻ പറഞ്ഞില്ല, കൂടുതലും ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ് റിലേഷൻഷിപ്സിനെ കുറിച്ചിട്ടാണ്, എംപ്ലോയിയും കമ്പനിയും ആയിട്ടുള്ള ഒരു റിലേഷൻ. സോ ഇതിൽ മെയിൻലി പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ടൈം ഡ്യൂ ടു ചേഞ്ചസ് ഇൻ നേച്ചർ ഓഫ് വർക്ക്. ഇതിൽ കണ്ട ഈ ഒരു ഇൻട്രൊഡക്ഷൻ തന്നെ പറയുന്നുണ്ട് പണ്ട് കാലത്തുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ്, ടെക്നോളജി, സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന ചേഞ്ചസ്, ചെറിയ ചെറിയ കമ്പനീസിൽ നിന്ന് ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, അങ്ങനെ എംപ്ലോയർ റിലേഷൻ, ഗവൺമെൻറ്റിൻ്റെ പുതിയ റൂൾസ് വരല്. സോ അങ്ങനത്തെ ഒരു കൂടുതലും പറയുന്ന ഒരു കോൺസെപ്റ്റ് ചാപ്റ്ററാണിത്. ആസ് വെൽ ആസ് ഇപ്പോൾ ട്രേഡ് യൂണിയൻസ്. സോ നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. ഇതിൽ മെയിൻലി ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റിലുള്ള ചേഞ്ചസ് എന്തായിരുന്നു, കഴിഞ്ഞാൽ ഇപ്പോഴത്തെ 1947 കഴിഞ്ഞിട്ടുള്ള എന്തൊക്കെ വ്യത്യാസങ്ങൾ നമ്മളുടെ ഇപ്പോൾ കറൻ്റ്ലി വരുന്നതെന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് ഇതിൽ മെയിൻലി പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ ഇട്ടുന്നേ ഉള്ളൂ. നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. ഓക്കെ, സോ ഇൻ ബിറ്റ്വീൻ എനിക്ക് ലൈക്ക് ഞാൻ പറയാൻ വന്നത്, എനിക്ക് കോൾഡ് ഉണ്ട്. സോ അതിൻ്റെ ഒരു ചേഞ്ച് ഉണ്ട് വോയിസിന്. സോ യെസ്, സോ അതൊന്ന് അവോയ്ഡ് ചെയ്തേക്കാം. ആൻഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഇൻ പ്രീ ഇൻഡിപെൻഡൻസ് ഏരിയ എന്ന് പറയുന്നത്, നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേ കിട്ടുന്നത് വെച്ചാൽ 1947 നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേ കിട്ടണേക്കാൾ മുമ്പ് നമ്മുടെ കണ്ടീഷൻ ഭയങ്കര കഷ്ടത്തിലായിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ വർക്കേഴ്സിന് വളരെ കുറവ് സാലറി ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ പ്രോപ്പറായിട്ട് റൂൾസോ റെഗുലേഷൻസോ അല്ലെങ്കിൽ നമ്മളെ എംപ്ലോയേഴ്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പറായ സാലറിയോ അല്ലെങ്കിൽ അവർക്കൊരു സേഫ്റ്റി പോലും ഇല്ലാത്തൊരു കാലമായിരുന്നു 1947, നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ കിട്ടണ മുമ്പെന്ന് പറഞ്ഞത്. സോ വർക്കേഴ്സിന് അതുപോലെ അവർക്ക് ഇപ്പം 24 hours ഇപ്പം 16 hours വർക്ക് ചെയ്താലും അവർക്ക് ലൈക്ക് അവിടെ വോയിസ് ഓപ്പൺ ചെയ്ത് അവർക്ക് പറയാനുള്ള റൈറ്റ് ഇല്ല. എന്ന് വെച്ചാൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഭയങ്കര പ്രഷറാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇപ്പോൾ ഒരു വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ സീനിയേഴ്സ് നമുക്കെതിരെ എന്തെങ്കിലും ഇപ്പോൾ ആക്ഷൻ എടുത്താലോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർ ഭയങ്കര ഹാർഷായിട്ട് ബിഹേവ് ചെയ്താലോ നമുക്ക് ലൈക്ക് റൈറ്റ് ഇല്ലെന്ന് പറയത്തില്ലേ, ആ ഒരു ഈ കാലത്ത് നമുക്കൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ കംപ്ലൈൻറ്റ് ചെയ്യാം. പക്ഷെ പണ്ട് കാലത്ത് എന്ന് പറയുന്നത് നമുക്കങ്ങനെ പറ്റത്തില്ല, അങ്ങനെയായിരുന്നു. സോ ആ പണ്ട് കാലം എന്ന് പറയുന്നത് നമുക്ക് ട്രേഡ് യൂണിയൻസ് ഇല്ല. സോ പല ആൾക്കാർക്കും അറിയാവുന്ന ആൾക്കാർക്കല്ല, അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ് ട്രേഡ് യൂണിയൻ എന്താണെന്ന് വെച്ചാൽ. ട്രേഡ് യൂണിയൻ എല്ലാവർക്കും ചിലർക്കൊക്കെ അറിയായിരിക്കും ട്രേഡ് യൂണിയൻസ് എന്താണെന്ന്, ചിലർക്ക് അറിയത്തില്ല. സോ എന്താണ് ട്രേഡ് യൂണിയൻ എന്ന് ഞാൻ പറയാം. ട്രേഡ് യൂണിയൻ എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ ആയിരിക്കും. എന്ന് വെച്ചാൽ വർക്കേഴ്സ് എല്ലാം കൂടെ ഒരുമിച്ച് കൂടി അവരുടെ റൈറ്റിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യും, ഒരു സമരം നടത്തി അല്ലെങ്കിൽ ഡിഫീറ്റ് ചെയ്യും. ഒരു നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻ ഞങ്ങൾക്ക് വേണം, നല്ല സാലറി വേണം, പ്ലേസ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ എതിർത്ത് നിൽക്കുന്ന ടീം എന്ന് വെച്ചാൽ ഒരു സപ്പോർട്ടീവ് ടീം, അങ്ങനെ ഞാൻ പറയാം. ഒരു അസോസിയേഷൻ, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ആർ ഫൈറ്റിംഗ് ഓർ ഹു ആർ ഡിഫീറ്റിംഗ് ടു ഗെറ്റ് ബെറ്റർ സാലറി ഓർ പ്രോപ്പർ വർക്കിംഗ് അവേഴ്സ്. ഓക്കെ, ഇപ്പൊ ഒരാള് വന്നിട്ട് എതിർത്ത് ഇപ്പൊ ഒരാള് വന്നിട്ട് പറയാം എനിക്ക് ഇത്ര അവേഴ്സ് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ പണ്ട് കാലത്തുള്ള ആൾക്കാർ ചിലപ്പോൾ അയാളെ പിടിച്ച് ഇടിച്ചിട്ട് കാര്യം എത്തിയായിരിക്കും. അതിന് പകരം ഒരു 10 പേര് അല്ലെങ്കിൽ ഒരു 15 പേരും എല്ലാവരും കൂടി സമരത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനൊരു സ്ട്രെങ്ത് അല്ലേ, ശക്തിയില്ല അങ്ങനെ ഇത് ചെയ്യുമ്പോൾ. സോ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വന്നിട്ട് എതിർത്ത് അവർ സാലറി ബെറ്റർ ആവണം, അവർക്ക് കുറച്ചും കൂടി ഇത് ചെയ്യണം എന്ന് പറയുന്നതാണ് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. സോ ഇത് എന്തുകൊണ്ടാണ് ആക്ച്വലി
ട്രേഡ് യൂണിയൻസ് നമുക്കില്ലെങ്കിൽ എന്തായിരിക്കും പ്രശ്നം വരിക എന്നറിയോ? ഇപ്പം ട്രേഡ് യൂണിയൻസ് നമുക്കില്ലെങ്കിൽ ഇപ്പം പണ്ട് കാലത്തൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് കാലത്ത് നമുക്ക് വർക്കേഴ്സ് ഭയങ്കര എന്നുവെച്ചാൽ പ്രോപ്പർലി അല്ല നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല രീതിക്കല്ല നമ്മൾ ട്രീറ്റ് ചെയ്തത്. ഓക്കെ, അതുപോലെ ഒരു എംപ്ലോയിക്ക് വന്നിട്ട് വോയിസ് റൈസ് ചെയ്യാൻ പോലെയുള്ള ഒരു ഫ്രീഡം അവർ കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ബ്രിട്ടീഷിനെ കംപ്ലീറ്റ്ലി റൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പ്രോപ്പർ സാലറി ഇല്ല, വർക്കിംഗ് അവേഴ്സ് ആണെങ്കിൽ തോന്നിയ സമയത്ത് വർക്ക് ചെയ്യുക. പിന്നെ ചിലപ്പോൾ നമ്മളൊരു പേയ്മെൻറ്റ് ശരിക്കും ആക്ച്വലി ആളുടെ വർക്കിനനുസരിച്ച് ചിലപ്പോൾ എക്സാമ്പിളാണ് 5000 ആണെങ്കിൽ ഒരു പെർ ഡേ ഇപ്പോൾ വിചാരിക്കും 500 ആണ് എക്സാമ്പിൾ. പക്ഷെ ബ്രിട്ടീഷുകാർ അയാൾക്കൊരു 16 hours അല്ലെങ്കിൽ ഒരു 48 hours വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആൾക്ക് കൊടുക്കുന്നത് വെറും 10 rupees ആണെങ്കിൽ അതിനാണ് പറയണത് ലൈക്ക് ബ്രിട്ടീഷുകാർ ഭയങ്കര അങ്ങനത്തെ ഒക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നപ്പോൾ ഒരു ട്രേഡ് യൂണിയൻ ഫോം ചെയ്തു. അതിന് വേണ്ടിയിട്ടാണ് ട്രേഡ് യൂണിയൻ ഫോം ചെയ്തത്, വെച്ചാൽ ബെറ്റർ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഈ കാലത്ത് നമുക്ക് ട്രേഡ് യൂണിയൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്ത് പറ്റി, നമ്മുടെ വർക്കേഴ്സ് ഭയങ്കരമായിട്ട് സഫർ ചെയ്തു, സൈലൻ്റ്ലി അവർ കഷ്ടപ്പെട്ടെന്ന് പറയണത്. പിന്നീട് പതുക്കെ പതുക്കെ നമുക്ക് ചേഞ്ചസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിരുന്നു. ഫസ്റ്റ് ചേഞ്ച് എവിടെ ഉണ്ടായെന്ന് അറിയോ? ഫസ്റ്റ് സ്ട്രൈക്ക് ഉണ്ടായിരുന്നത് 1877 നാഗപ്പൂർ എംപ്രസ് മിൽസിൽ ഫസ്റ്റ് സമരം ഉണ്ടായിരുന്നു. സോ നാഗപ്പൂർ എന്താണ് സ്ഥലം എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇറ്റ് വാസ് നെയിംഡ് ആസ് ക്വീൻ ഓഫ് എംപ്രസ് ഓഫ് ഇന്ത്യയിലെ ഒരു ക്വീൻ ആയിട്ടാണ് തന്നെ പേര് കിട്ടുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് സ്ട്രൈക്ക് ഉണ്ടായിരുന്നത് ആദ്യം നാഗപൂരിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം 1899 ഇന്ത്യസ് ഫസ്റ്റ് ലേബർ യൂണിയൻ വന്നത് ബോംബെ മിൽ ഹാൻഡ്സ് അസോസിയേഷൻ. അത് ഫോം ചെയ്തത് നാരായണനായിരുന്നു. സോ ഓക്കെ, അപ്പോൾ സ്ലോലി ഇപ്പോൾ ചേഞ്ചസ് വന്നു തുടങ്ങി. എന്ന് വെച്ചാൽ ഫസ്റ്റ് 1877 സ്ട്രൈക്ക് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം 1899 ഇന്ത്യയിൽ ഫസ്റ്റ് ലേബർ യൂണിയൻ ബോംബെയിൽ നടന്നു. അതിനുശേഷം എനിക്ക് നിങ്ങൾ ഈ ഡേറ്റ് ഒക്കെ ആക്ച്വലി പോയിന്റ് നോക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എക്സാമിൽ എഴുതുമ്പോൾ ഇറ്റ്സ് റിയലി ഗുഡ് വിത്ത് പോയിന്റ് വൈസ്. ഇതിൽ പോയിന്റ് വെച്ചിട്ട് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം പാരഗ്രാഫൊക്കെ എഴുതുമ്പോൾ ടീച്ചേഴ്സ് ശ്രദ്ധപ്പെടണം എന്നില്ല. പോയിന്റ് ഒക്കെ എഴുതുമ്പോൾ അവർക്ക് വായിക്കാൻ ഇൻട്രസ്റ്റ് വരും, തോന്നും പഠിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മാർക്സ് വീഴാൻ ചാൻസസ് ഉണ്ട്. ആൻഡ് ഈ 1980 മഹാത്മാഗാന്ധി ഒരു പീസ്ഫുൾ സ്ട്രൈക്ക് ചെയ്തു ഹൈദരാബാദിൽ. അവിടെ വർക്കേഴ്സ് എന്ന് വെച്ചാൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് റൈറ്റ്സ് വേണം, ഞങ്ങൾക്ക് അതിനുള്ള അവകാശം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു സമരം നടത്തി. പിന്നെ വന്നപ്പോൾ 1926 ട്രേഡ് യൂണിയൻ ആക്ട് പാസ്സാക്കിയപ്പോൾ ലീഗളുടെ ആക്ഷൻസ് കുറച്ചും കൂടെ ഫോർവേഡായി. അങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ റോയൽ കമ്മീഷൻ ലേബറിൽ പറഞ്ഞു വർക്കേഴ്സിന് കുറച്ചും കൂടെ ലോസ് വേണം, അവർക്ക് ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസ് വേണം. ഏത് വർഷം 1931 ആക്ട് അങ്ങനെ നമുക്ക് ഫ്രീഡത്തിലുള്ള കുറച്ചും കൂടെ ചാൻസസ് കിട്ടിയെന്ന് പറയാൻ പറ്റും. സോ ഓവറോൾ ഇതിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് നമുക്ക് ട്രേഡ് യൂണിയൻസ് ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ബ്രിട്ടീഷ് കാലത്ത് ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് പ്രോപ്പർ വർക്ക് ചെയ്യുന്നതിന് വേജസ് പ്രോപ്പർലി കിട്ടിയിട്ടില്ല. അതുപോലെ നമുക്ക് കിട്ടേണ്ട സപ്പോർട്ട് കിട്ടിയിട്ടില്ല. സപ്പോർട്ട് മീൻസ് ടൈമിംഗ് അവേഴ്സ്, അതുപോലെ ഇപ്പോൾ ബ്രിട്ടീഷുകാർ നമുക്ക് പ്രോപ്പറായ റെസ്പെക്റ്റ് തന്നിട്ടില്ല. അങ്ങനെ പതുക്കെ വന്ന ചേഞ്ചസ് കൂടെയാണ് നമ്മുടെ വർക്കേഴ്സ് കുറച്ചും കൂടെ ബെറ്റർ ആയതെന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് ചേഞ്ചസ് സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചാൽ ഒരു ആക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തു, സ്ട്രൈക്ക് സ്റ്റാർട്ട് ചെയ്തു, അങ്ങനെ പതുക്കെ ഡെവലപ്ഡ് വരുമായിരുന്നു. യെസ്, സോ ഇൻഡസ്ട്രിയൽ ഓക്കെ. ആൻഡ് ആഫ്റ്റർ നമ്മുടെ 1947 ഇൻഡിപെൻഡൻസിന് ശേഷം നമ്മുടെ ഗവൺമെൻറ് കുറച്ച് സ്റ്റെപ്സ് എടുത്തു. നമ്മുടെ വർക്കേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അവരുടെ ഇൻഡസ്ട്രി റിലേഷൻഷിപ്പ് കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മളുടെ ബാലൻസ്ഡ് ആൻഡ് ഫെയർ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എംപ്ലോയേഴ്സിൻ്റെ തമ്മിലുള്ള റിലേഷൻഷിപ്പും മെയിൻറ്റെയിൻ ചെയ്യാനും വർക്കേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ട് കുറച്ച് പുതിയ റൂൾസ് റെക്കമെൻഡ് ചെയ്തു. നമ്മുടെ ഗവൺമെൻറ് ഇൻഡിപെൻഡൻസിന് ശേഷം.
ഇതിൽ സോ അതിലെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഫീച്ചേഴ്സ് ഓഫ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എന്ന് വെച്ചാൽ ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള ഡെവലപ്മെന്റ് എന്താണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് എന്തൊക്കെയാണ് സ്റ്റെപ്സ് എടുത്തതെന്ന് പറഞ്ഞതാണ്. സോ ഫസ്റ്റ് വൺ പറഞ്ഞതാണ് സ്ട്രോങ് ലേബർ ലോസ്. സോ സ്ട്രോങ് ലേബർ ലോസിൽ വരുന്നതാണ് യെസ് ഗവൺമെന്റ് പാസ്ഡ് മെനി ലോസ് ടു പ്രൊട്ടക്ട് ദ വർക്കേഴ്സ്. യെസ് ഗവൺമെന്റ് കുറേ പുതിയ വഴികൾ ഉണ്ടാക്കി നമ്മുടെ വർക്കേഴ്സിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അത് ഫാക്ടറീസ് ആക്ട്, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട്, അത് 1947 നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത്. പിന്നെ മിനിമം വേജസ്. യെസ് ഏതൊരു വർക്കർ ഇപ്പം വർക്ക് ചെയ്താലും ആൾക്ക് തുല്യമായിട്ട് അല്ലെങ്കിൽ അയാൾക്ക് അവകാശപ്പെട്ട ഒരു സാലറി കിട്ടണം എന്നുള്ള ഒരു പുതിയൊരു ടേമും കൂടി ഇറക്കി നമ്മുടെ ഗവൺമെന്റ്. ആൻഡ് ദീസ് ലോ gave workers legal rights for wages, working hours, safety and dispute resolution. Yes, ഈ ലോസ് ഒക്കെ ഇറക്കിയത് എന്തിനാണ്? വർക്കേഴ്സിന്റെ വർക്കിംഗ് അവറും സേഫ്റ്റിയും പിന്നെ അവർ പ്രോപ്പർ ടൈമിങ്ങും ഉള്ള വേണ്ടിയിട്ടുള്ള ഒരു പോയിന്റ്സ് ലൈക്ക് ലോ ആയിരുന്നു ഗവൺമെന്റ് ഇറക്കിയത്. ആൻഡ് പിന്നെ റൈസ് ഓഫ് ട്രേഡ് യൂണിയൻസ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ ട്രേഡ് യൂണിയൻസ് ആരാണ്? നമ്മളുടെ ലീഗൽ എന്ന് വെച്ചാൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹൂ ഈസ് ഗ്യാതേർഡ് ടു ലൈക്ക് ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ യെസ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ പോയിന്റ് ലൈക്ക് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അഗെയിൻസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രേഡ് യൂണിയൻസ്. സോ ട്രേഡ് യൂണിയൻസ് കുറച്ചുകൂടെ അസോസിയേഷൻ ഒരു ഗ്രൂപ്പ് പീപ്പിൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എതിർക്കുന്ന പക്ഷമാണ് ട്രേഡ് യൂണിയൻസ്. സോ ട്രേഡ് യൂണിയൻസ് കുറച്ചും കൂടി പവർഫുൾ ആയി, കുറച്ചും കൂടെ ആക്റ്റീവ് ആയി എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് കുറച്ചും കൂടി സ്ട്രോങ് ആയി, ഇൻഡിപെൻഡൻസ് ആയി. അപ്പോൾ പിന്നെ അവർ തീരുമാനിച്ചു വർക്കേഴ്സ് കുറച്ചും കൂടെ സാലറി ബാർഗൈൻ ചെയ്തെടുക്കണം. അതുപോലെ ബോണസ് ഇപ്പം എക്സ്ട്രാ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ചും കൂടുതൽ പൈസ വേണം. പിന്നെ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ സേഫ്റ്റി എൻഷുർ ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ അപ്പോൾ പിന്നെ വാട്ട് ഈസ് ദ റോൾ ഓഫ് ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് റോൾ എന്താണെന്ന് വെച്ച് കഴിയുമ്പോൾ ഗവൺമെന്റ് സ്റ്റാർട്ടഡ് പേയിങ് മീഡിയേറ്റേഴ്സ് റോൾ. സോ മീഡിയേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് അറിയോ? അറിയെങ്കിൽ കമന്റ് ചെയ്താ, അറിയത്തില്ലെങ്കിൽ വേണ്ട. ഓക്കെ, മീഡിയേഴ്സ് എന്ന് പറയുമ്പോൾ mediator is a person like who helps both parties to talk and solve the problems. എന്ന് വെച്ചാൽ മീഡിയേറ്റേഴ്സ് ആരാന്ന് അറിയോ? ഇപ്പൊ മീഡിയേറ്റർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നടുക്കുള്ള ആള്. മീഡിയേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ mediator is not a side of a worker or employer who helps both the parties to talk and solve their problems peacefully. എന്ന് വെച്ചാൽ ഇപ്പൊ രണ്ട് പക്ഷത്തും തല്ലുകൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഒരു കമ്പനി, ഇപ്പൊ ഇമാജിൻ ചെയ്യുക ഒരു എക്സാമ്പിൾ. ഇപ്പൊ ഒരു കമ്പനിയിലെ വർക്കേഴ്സ് ഡിഫീറ്റ് ചെയ്യേണ്ടതാണ്. ഞങ്ങൾക്ക് സാലറിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ വർക്കിംഗ് അവേഴ്സിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഓഫീസിലെ സ്പേസിങ്ങോ എന്താവട്ടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ എംപ്ലോയേഴ്സ് തല്ലുപിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് രണ്ട് കമ്പനിയും തല്ലുപിടിക്കുന്നുണ്ട്, അതുപോലെ വർക്കേഴ്സും തമ്മിൽ തല്ലുപിടിക്കുമ്പോൾ നമ്മൾ രണ്ടെന്തിനും ലൈക്ക് എഗ്രി ചെയ്യണോ വേണ്ടത്? അപ്പൊ രണ്ട് പക്ഷവും എഗ്രി ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. ആളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് സമ്മതിക്കില്ല, ഇപ്പുറത്തെ ഭാഗത്തും തെറ്റുണ്ടാവാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ വരുമ്പോഴാണെന്ന് വെച്ചാൽ ലൈക്ക് ബോത്ത് ഓഫ് ദ സൈഡ് ആർ ഡിഫീറ്റിംഗ്. രണ്ട് ഭാഗവും സമ്മതിക്കുന്നു, വിട്ടുവീഴ്ച കൊടുക്കുന്നുമില്ല. അപ്പൊ നടുക്ക് സോ അങ്ങനെ വരുമ്പോൾ ഒരു മീഡിയേറ്റർ വരും. മീഡിയേറ്റർ എന്ന് പറയുമ്പോൾ ഒരു മിഡിൽ മാൻ. മീഡിയേറ്റർ എന്ന് പറയുമ്പോൾ ഒരു നടുക്കുള്ള ആൾ തന്നെ പറയാമല്ലോ. സോ ആളെന്ത് ചെയ്യും? രണ്ട് സൈഡിലും രണ്ട് സൈഡിൽ എന്താണ് പ്രശ്നം എന്ന് കേൾക്കും. അതിന് ശേഷം ഒരു സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യും. സോ അപ്പൊ മീഡിയേറ്ററിന്റെ റോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജഡ്ജ്മെന്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ നീ ഇത് ചെയ്യരുത് ഒരു പക്ഷം വെച്ചിട്ട് സൈഡ് പിടിച്ച് നിൽക്കുകയോ ഒന്നുമല്ല. He is the person who supports both the sides and find the solution for the problem. Find out the problem and solve it. പിന്നെ വരുന്ന പോയിന്റ് ആണ് നമ്മളെ ലേബർ കോഡ്സ് ഒക്കെ. എന്ന് വെച്ചാൽ നമ്മൾ ഗവൺമെന്റ് റോളാണ് മീഡിയേറ്റർ ചെയ്യുക. പിന്നെ ലേബർ കോഡ്സ് ഒക്കെ പറഞ്ഞാൽ എംപ്ലോയീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലേബർ കോഡ്സ് ഒക്കെ ഇത് ചെയ്തേക്കുന്നത്. ആൻഡ്
സോ പിന്നെ പറഞ്ഞ ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂട്ട്സ്, അതിന് മുമ്പ് നമ്മൾ പോയിന്റ് മിസ് ചെയ്യുന്നത് ലേബർ കോഡ്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂട്ട്സ്. സോ ഇതിലെന്താ ഈ ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂട്ട്സ് യൂഷ്വലി ഒരു സ്പെഷ്യൽ കോർട്ടാണ്. അത് ഗവൺമെൻറ് സെറ്റ് ചെയ്തേക്കുന്ന ഒരു കോർട്ടാണ്. അത് കൂടുതലും നമ്മളെ എംപ്ലോയീസിനും വർക്കേഴ്സിനും വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഇപ്പം രണ്ട് സൈഡും വാദിച്ചിട്ട് നിൽക്കുന്നില്ല. ലൈക്ക് ഇപ്പോൾ മീഡിയേറ്റർ വന്നു, നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കി, നടക്കുന്നില്ല. അപ്പോൾ ഡയറക്റ്റ്ലി കോടതി പോകണം. കോടതി പോകണം എന്നല്ല, ഐ മീൻ ഒരു ആക്ഷൻ, അല്ലെങ്കിൽ ഇപ്പം രണ്ടുപേരും ഈക്വലായിട്ട് എഗ്രി ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പ്രോബ്ലം സോൾവ് ആവുന്നില്ലെങ്കിൽ ദേ ലുക്ക് ഫോർ എ ലീഗൽ ജഡ്ജ്മെന്റ്. ഗവൺമെന്റ് തീരുമാനിക്കട്ടെ, അല്ലെങ്കിൽ കോർട്ട് തീരുമാനിക്കട്ടെ നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ്. സോ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂടുതലും ലീഗൽ ജഡ്ജ്മെന്റ് ആയിരിക്കും. പിന്നെ എവിടെയാണ് ഏത് ഭാഗത്താണ് ന്യായം, ഗവൺമെന്റിൽ കഴിയുമ്പോൾ അങ്ങനെയാണല്ലോ. സോ അതിനു വേണ്ടിയിട്ടാണ്. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് പറയുന്നതാണ് ട്രൈബ്യൂണൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ സെയിം തന്നെ. ഇൻഡസ്ട്രീസ് റിലേഷൻസ് ബേസ്ഡ് ഓൺ ദ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് ട്രേഡ് യൂണിയൻസ് ആണല്ലോ. സോ ഇൻഡസ്ട്രിയൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ കൂടുതലും വരുന്നത് ഗവൺമെന്റ് എംപ്ലോയീസ് ട്രേഡ് യൂണിയൻസ്, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ റിലേഷൻഷിപ്സ് ആണ്. സോ ഇതിൽ റെഗുലർ ഇപ്പോൾ പ്രോബ്ലംസ്, ഇപ്പോൾ ഇതിൽ മെയിൻലി കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻ ബിറ്റ്വീൻ ഇതിൽ എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗവൺമെന്റ് ഇടപെടുകയോ അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻസ് ആയിരിക്കും ഇതിൽ ഇന്റർഫിയർ ആവുന്നത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പബ്ലിക് സെക്ടർ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഇറ്റ് is the public sector refers to government owned business industries after the independence. എന്ന് വെച്ചാൽ പബ്ലിക് സെക്ടർ എന്ന് പറയുമ്പോൾ അതൊരു ഗവൺമെന്റ് ഓണേർഡ് ബിസിനസ് ആയിരിക്കാം ഇൻഡിപെൻഡൻസിന് ശേഷം. സോ ഇതിൽ കൂടുതലും ഫോക്കസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് അല്ലെങ്കിൽ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എന്താണ് ആക്ച്വലി പബ്ലിക് സെക്ടർ ഗ്രോത്തിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഗവൺമെന്റ് ഇൻഡിപെൻഡൻസിന് ശേഷം ഗവൺമെന്റ് എന്ത് ചെയ്തു, കുഞ്ഞു സെക്ടേഴ്സ്, പബ്ലിക് സെക്ടേഴ്സ് ഫോം ചെയ്തു നമ്മുടെ എക്കണോമി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ എന്താണ് നമ്മൾ എക്കണോമി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ, സ്റ്റീല്, ഓയിൽ, റെയിൽവേസ്, അതൊക്കെ ഗവൺമെന്റിന്റെ ബിൽഡ് ചെയ്തത്. കാരണം വെച്ചാൽ ഇത് പ്രൈവറ്റ് കമ്പനീസ് ആണ് ഇതിൽ, പ്രൈവറ്റ് അല്ല സോറി, ഇതിൽ ഗവൺമെന്റ് ആണ് യൂഷ്വലി ഇത് വന്നത്. ഗവൺമെന്റ് ആണല്ലോ യൂഷ്വലി ബാങ്ക്, സ്റ്റീൽ, പെട്രോൾ, ഓയിൽ ഒക്കെ ചെയ്യുന്നത്. സോ ഗവൺമെന്റ് ഇങ്ങനെ ഇൻഡിപെൻഡൻസിന് ശേഷം ഒരു പുതിയൊരു നമ്മുടെ പബ്ലിക് സെക്ടർ എക്കണോമിയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഇത് സ്ഥാപിച്ചു. സോ പബ്ലിക് സെക്ടറിന് ഇത് വന്നപ്പോൾ ആദ്യ നാളിൽ ഇറ്റ് വാസ് റിയലി വീക്ക്. ഓക്കെ, സോ പ്രൈവറ്റ് കമ്പനീസും കുറച്ചും കൂടി ജോയിൻ ചെയ്തിട്ട് തന്നെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്ത് ഡെവലപ്മെന്റ് ആക്കിയതാണ്. ഫോക്കസ് ഓൺ ഇൻഡസ്ട്രിയൽ പീസ്. ശരി, നമ്മളിപ്പോൾ ഏത് സ്ഥാപനം മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് സമാധാനമായിരിക്കും. സോ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് എന്തിനു വേണം, എംപ്ലോയീസിന് പ്രോപ്പർലി സാലറി കൊടുക്കണം, അത് വർക്കിംഗ് അവേഴ്സ് പ്രോപ്പർലി ഒരു ടൈം ഷിഫ്റ്റ് വേണം, പെർട്ടിക്കുലർ ടൈം വേണം. അതുപോലെ തന്നെ എംപ്ലോയീസിന് കിട്ടുന്ന സമയത്ത് അവർ സാലറി കൊടുക്കണം, അവർ എന്തെങ്കിലും ഫൈറ്റ് ഉണ്ടെങ്കിൽ ആ ഫൈറ്റൊക്കെ സോൾവ് ചെയ്ത് കൊടുക്കണം. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഫോക്കസ് ഓൺ ഇൻഡസ്ട്രിയൽ പീസ് മീൻ. ഓക്കെ, ഐ ഹോപ്പ് യു ഗൈസ് റിമെമ്പർ നമ്മുടെ 5-year പ്ലാൻ നമ്മൾ പണ്ട് സോഷ്യലിലോ ഹിസ്റ്ററിയിലോ ഒന്ന് പഠിച്ചിട്ടുണ്ട്. 5-year പ്ലാൻ എന്തിനായിരുന്നു, നമ്മളെ എൻവയോൺമെന്റ്, നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ എക്കണോമി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. 1991 എസ്റ്റാബ്ലിഷ് ചെയ്തതായിരുന്നു നമ്മളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ കൺട്രി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഫസ്റ്റ് വൺ ഇതിൽ വന്നതാണ് പ്ലാൻഡ് എക്കണോമി മോഡൽ. ഇവിടെ സോ 5-year പ്ലാൻ എന്തിനാണ് ആക്ച്വലി ഡെവലപ്പ് ചെയ്യുന്നത് പറയുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് ഉണ്ടാക്കിയൊരു കാര്യമാണിത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻഡിപെൻഡൻസിന് ശേഷം നമ്മൾ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. ആസ് വി സെഡ്, ഫസ്റ്റ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്തത് 1951 യെസ്, ഓപ്പൺ എക്കണോമി 1991. യെസ്, ആക്ച്വലി ഫസ്റ്റ് പ്ലാൻ ചെയ്തത് 1951 ഈ ഓരോ പ്ലാനും മെയിൻലി ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ അഗ്രികൾച്ചറിന്, ഇൻഡസ്ട്രി, എംപ്ലോയ്മെന്റ്, എഡ്യൂക്കേഷൻ, പിന്നെ അങ്ങനെ കുറച്ചും കൂടി നമ്മുടെ കൺട്രി അങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. സോ ഫസ്റ്റ് പ്ലാൻഡ് എക്കണോമിയിലെ മോഡൽ ഫീച്ചേഴ്സ് ആണ് ഈ പറയുന്നത്. സോ ഇവിടെ ഗവൺമെന്റ് കൂടുതൽ സ്റ്റീലിയസ് ഗവൺമെന്റ് നമുക്ക് പെട്രോൾ
ബാങ്കിങ് ഏരിയാസ് ഒക്കെ ഗവൺമെന്റിന്റെ ആണല്ലോ. സോ അത് കൂടെ ഡെവലപ്പ് ചെയ്യാൻ നോക്കിയതായിരുന്നു ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. സെക്കൻഡ് വൺ ഫോക്കസ് ഓൺ എംപ്ലോയ്മെന്റ് ജനറേഷൻ. എംപ്ലോയ്മെന്റ് ജനറേഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ കൂടുതലും നമ്മുടെ ഗവൺമെന്റ് കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത് ആൾക്കാർ കൂടുതലും എഡ്യൂക്കേറ്റഡ് ആവണം, എംപ്ലോയിഡ് ആവണം. എന്ന് വെച്ചാൽ അൺഎംപ്ലോയിഡ് ആവരുത്, അത്യാവശ്യം ലൈക്ക് ദേ ഷുഡ് ബി എഡ്യൂക്കേറ്റഡ് ടു ഹാവ് എംപ്ലോയ്മെന്റ്. സോ അത് കാരണം കൊണ്ട് ലൈക്ക് ഫോക്കസ് ഈ ഒരു പ്ലാൻ ഫോക്കസ് ചെയ്തത് ഫോർ ദ സെൽഫ് എംപ്ലോയ്മെന്റ്. Okay, so employment ആയി കഴിഞ്ഞാൽ like you will get a salary. So government started these like for employment. അങ്ങനെ വന്നിട്ട് ഗവൺമെന്റ് കുറച്ചും സ്കൂളിൽ കുറച്ചും ലിബറൽസ് ആയി തുടങ്ങി for the education of the people. അങ്ങനെ വന്നിട്ട് കുറച്ച് ടേംസും സ്ട്രീംസ് ഒക്കെ നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്തു. റൂറൽ എംപ്ലോയ്മെന്റ് വേണ്ടിയിട്ട് റെഡ്യൂസ്ഡ് പോവർട്ടി എന്ന് വെച്ചാൽ കൂടുതൽ എഡ്യൂക്കേഷൻ ബേസ്ഡ് ആയിട്ട് വേണ്ടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പോവർട്ടി മീൻസ് ദാരിദ്ര്യം അല്ലെങ്കിൽ ലൈക്ക് എമൗണ്ട് സാലറി പ്രോപ്പർ ലിവിങ് ഇല്ലാത്ത ആൾക്കാർ. യെസ്, ലേബർ വെൽഫെയർ ആൻഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻ ആണ് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നത്. സോ വർക്കേഴ്സിന് റൈറ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. പിന്നെ ലേബേഴ്സ് വെരി ഇംപ്ലിമെന്റഡ് ഫോർ മിനിമം വേജസ്. യെസ്, ഇപ്പം പെർട്ടിക്കുലർ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു മിനിമം വേജസ് കൊടുക്കണം എന്നായ ഒരു നിയമം. പിന്നെ എംപ്ലോയീസിന് സേഫ്റ്റി ഉറപ്പിക്കണം. പിന്നെ നമ്മൾ കുറച്ചും കൂടി ലൈക്ക് സോഷ്യൽ സെക്യൂരിറ്റി എന്ന് വെച്ചാൽ ഈ PF ESI ഇപ്പം എല്ലാവർക്കും ഈ PF ESI എന്നൊന്നും അറിയില്ലായിരിക്കും. പക്ഷെ ESI എന്ന് വെച്ചാൽ ചിലർക്ക് അറിയായിരിക്കും, ചിലർക്ക് അറിയില്ലായിരിക്കും. ESI എന്ന് പറയുമ്പോൾ ഇപ്പം ഇത്രയും പെർട്ടിക്കുലർ എമൗണ്ട് കൂടുതൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ESI കിട്ടില്ല. ഇത്ര പെർട്ടിക്കുലർ എമൗണ്ടിനെക്കാട്ടും കുറവാണ് നിങ്ങൾക്ക് എമൗണ്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ESI എന്ന് പറയും. ഒരു കമ്പനീസ് കൊടുക്കുന്നതാണ് വർക്കേഴ്സിന്. എന്ന് വെച്ചാൽ ആ ഒരു എമൗണ്ട് ബിലോ ആണെങ്കിൽ നിങ്ങളിപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ESI ഒരു കാർഡ് കിട്ടും, ഒരു പെർട്ടിക്കുലർ സ്ഥലമൊക്കെ വെച്ചിട്ട്. ആ കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ഫ്രീ സർവീസ് ആയിരിക്കും. അത് ഗവൺമെന്റ് വെച്ചേക്കുന്ന ഒരു പോളിസിയാണ് എല്ലാ കമ്പനീസിനും. എന്ന് വെച്ചാൽ നമ്മുടെ ഹാഫ് ഓഫ് സാലറി അതിന് വേണ്ടിയിട്ട് അതിന് പകരം അവർ എടുക്കുന്നുണ്ടാവും. പിന്നെ strengthening the trade unions. Yes, the government supported the union activities to protect the workers. Yes, ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി നമ്മുടെ ട്രേഡ് യൂണിയൻസ് ഗ്രൂപ്പിനുള്ള ആൾക്കാർക്ക് വർക്കേഴ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ട്രേഡ് യൂണിയൻസ് ബിക്കം ദ പവർഫുൾ. യെസ്, സോ ട്രേഡ് യൂണിയൻസ് കുറച്ചും കൂടെ ഗവൺമെന്റ് സപ്പോർട്ടും കിട്ടിയല്ലോ ഇവർക്ക്. ഇപ്പോൾ വർക്കേഴ്സിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇവർക്ക് ഗ്രൂപ്പ് ആവാം, ഇവർ റിയാക്ട് ചെയ്യാന്നുള്ളത് ദേ സ്റ്റാർട്ടഡ്. പിന്നെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് ആൻഡ് ഗവൺമെന്റ് അതിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ആക്ടഡ് ആസ് മീഡിയേറ്റർ. എംപ്ലോയീസും തമ്മിൽ ലൈക്ക് ഫൈറ്റ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ സാലറി ആയിക്കോട്ടെ എന്തും ആവില്ല, നമുക്ക് ഫൈറ്റ് ഉണ്ടാവാൻ ചാൻസസ്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുമ്പോൾ ഗവൺമെന്റ് അതിന് വേണ്ടിയിട്ടും ഒരു ആക്ട് ചെയ്തു. ആക്ട് മീൻസ് എ ലീഗൽ അല്ലെങ്കിൽ ഒരു ആക്ഷൻ, ഒരു റൂൾ. പിന്നെ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ നമുക്ക് സ്ട്രൈക്ക്, ലോക്ക്ഡൗൺ, സമരം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനി ഒരു ലോ കൂടെ പൊയ്ക്കോട്ടെ എന്ന ഗവൺമെന്റ് പിന്നെ അടുത്തൊരു തീരുമാനം എടുത്തു. ഓക്കെ, പിന്നെ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇഫ് യു കം ടു ദ സമ്മറി, മെയിൻലി ഇതിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് കൂടുതലും നമുക്ക് നമ്മുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. പിന്നെ ഗവൺമെന്റ് ഇൻഡസ്ട്രീസ് ജോബ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ വർക്കേഴ്സിന് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. റെഡ്യൂസ് ദ എക്കണോമിക് ഇൻഇക്വാളിറ്റി എന്ന് വെച്ചാൽ പ്രോപ്പർലി ഇപ്പോൾ ലോ താഴ്ന്ന ജാതി അങ്ങനെയൊന്നുമില്ല, പ്രോപ്പർലി അവർക്കും തുല്യമാണ്. അതുപോലെ ഗവൺമെന്റ് കുറച്ചും കൂടെ ലൈക്ക് എംപ്ലോയീസിനെ വർക്കേഴ്സിൻ്റെ സാലറിനെ കുറിച്ചിട്ടൊക്കെ ഒരു കുറച്ചും കൂടെ they have developed. അതാ പറയുന്നത് പണ്ടത്തെ കാലം better. ആൻഡ് ഈ പോയിന്റിൽ 5-year plans in post liberalization ഏരിയ എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് കുറച്ചും കൂടെ പ്രൈവറ്റ് കമ്പനീസ് സ്റ്റാർട്ട് ചെയ്തു, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു, ഫോറിൻ കമ്പനീസ് ഒക്കെ ആയിട്ടുള്ള കോൺട്രാക്റ്റും സ്റ്റാർട്ട് ചെയ്തു. ഈ നമ്മുടെ കുറച്ചും കൂടെ കൂടുതൽ നമ്മൾ പിന്നെയും ഡെവലപ്ഡ് ആയി വരുമായിരുന്നു എന്നാണ് മെയിൻലി ഇതിൽ പറയുന്നത്. ആൻഡ് ഗവൺമെന്റ് കൂടുതലും എംപ്ലോയേഴ്സിനെ കൂട്ടാൻ തുടങ്ങി. അതിൽ IT ഇൻഡസ്ട്രി, സർവീസസ്, എക്സ്പോർട്ട്, ഇമ്പോർട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലൈക്ക് പ്രൈവറ്റ് കമ്പനീസ് ഒക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു, ലൈക്ക് ഫോറിൻ കമ്പനീസും ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. സോ ഇതിൽ കൂടുതലും വന്നത് മാർക്കറ്റ്
എക്സ്ട്രീം ഗ്രോത്ത് തന്നെ, പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷൻ അങ്ങനെ കുറച്ചും കൂടെ ഡെവലപ്ഡ് ആയി. യെസ്, സ്കൂളിലും ഇതിൽ വരുന്നത് ഗ്രോത്തും കാര്യങ്ങളും. സോ മെയിൻലി ഈ ചാപ്റ്ററിൽ എന്താ വന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ഹിസ്റ്ററി ആയിരുന്നു, 5 ഇയർ പ്ലാൻ എങ്ങനെയാണ് നമ്മളെങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നു, പിന്നെ എവിടെ, ലൈക്ക് വാട്ട് വാസ് അവർ പാസ്റ്റ് എക്സ്പീരിയൻസ് എന്നൊക്കെ കൊണ്ട് ഈ ചാപ്റ്റർ ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇഫ് മൈ വോയിസ് ഇസ് നോട്ട് ക്ലിയർ, really sorry, like I do have a cold. And yes, I hope you like this video. If you like this video, please give me subscribe and like, share and support. And if you want to like comment, like I need to improve something, you can just give me a comment. I will be noting in next video and uploading with that, with noting your point. And please do subscribe and like and share if you like it. Thank you and bye. And if anyone is writing for the exam for tomorrow after 1 week or something, anyway, all the best to the students who are writing their exams, and prepare well. You don't have to like take too much of tension, stress and all. Just cool down and just write what you know. And it's really simple. ഈ വീഡിയോയിൽ ഭയങ്കര സിമ്പിൾ കാര്യം പറയുന്നത്. എന്താ പറയുന്നത് വെച്ചാൽ മെയിൻലി ഞാൻ പറഞ്ഞാൽ ഹിസ്റ്ററി ബേസ്ഡ് ആയിരുന്നു. പണ്ട് കാലത്ത് നമ്മൾ എങ്ങനെയായിരുന്നു, എങ്ങനെ ഡെവലപ്പ് ചെയ്തു, ഗവൺമെൻറ് അതിനു വേണ്ടി എന്തൊക്കെ പുതിയ ആക്ഷൻസ് എടുത്തു, കൂടുതലും ഈ ചേട്ടിൽ നമ്മൾ ഉയർച്ചയായിരുന്നു വരുന്നത്, ഏറ്റങ്ങളായിരുന്നു. ഓക്കെ, ആൻഡ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു, ബൈ.